നിരവധി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല, മുടിയുടെ വളർച്ചയ്ക്കും കറ്റാർവാഴ ഉപയോഗിച്ചു വരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കറ്റാർവാഴയുടെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷവശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർശ്വഫലങ്ങളില്ലാതെ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് നിറം നീക്കം ചെയ്യാൻ കറ്റാർവാഴ സഹായിക്കുന്നു. അതിനായി രാത്രി കിടക്കുന്നതിന് മുമ്പ് കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് കണ്ണുകൾക്ക് താഴെ പുരട്ടുക. രാത്രി മുഴുവൻ ഇത് ചർമ്മത്തിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ പൂർണ്ണമായി കഴുകിക്കളയാം. പതിവായി ഇതൊന്ന് ചെയ്തു നോക്കൂ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും. കണ്ണുകൾക്ക് താഴെ മാത്രമല്ല, മുഖത്ത് മുഴുവനായി ഉപയോഗിക്കുന്നത് ചർമ്മ സുഷിരങ്ങളിൽ ജലാംശം നിലനിൽക്കുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ നൽകി ചർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കറ്റാർവാഴ നമുക്ക് മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാം. ഇത് രക്തസ്രാവവും മോണവീർക്കലും തടയുന്നു. വൈറ്റമിൻ ഇ ഇതിലുള്ളത് കൊണ്ട് നമ്മുടെ പല്ലിലെ കറ തടയാനും കറ്റാർവാഴ സഹായിക്കുന്നു. നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കേട് എന്നിവയ്ക്കെല്ലാം കറ്റാർവാഴയുടെ ജ്യൂസ് ഔഷധമാണ്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കറ്റാർവാഴ ജ്യൂസ് ചേർക്കരുത്. വേനൽക്കാലത്ത് വെയിൽ മൂലമുണ്ടാകുന്ന ചെറിയ പൊള്ളലുകൾക്ക് കറ്റാർവാഴയുടെ ജെൽ തേച്ചാൽ മതിയാകും. ചർമ്മം വരണ്ടു പോകാതിരിക്കാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിന് ഒരു നല്ല മോയ്സ്ചറൈസറാണ് കറ്റാർവാഴയുടെ ജെല്ല്. ത്രെഡിങ്ങിനും വാക്സിങ്ങിനും ശേഷം ആ ഭാഗത്ത് കറ്റാർവാഴയുടെ ജെൽ ഇട്ട് കൊടുക്കുന്നത് ചൊറിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വീട്ടിൽ തന്നെ നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ കഴിയും. വെള്ളരി ഇടിച്ചു ചതച്ച മിശ്രിതത്തിലേക്ക് റോസ് വാട്ടറും കറ്റാർവാഴയുടെ ജെല്ലും ചേർത്താൽ ഫേസ് മാസ്ക് റെഡിയാണ്. മുടിയുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് കറ്റാർവാഴ. കറ്റാർവാഴ ജെല്ല് തേക്കാം. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയുമായിട്ട് ചേർത്ത് എണ്ണ കാച്ചിയും തേക്കാം. കറ്റാർവാഴയുടെ ജെല്ല് തേക്കുന്നത് ശിരോചർമ്മത്തിലെ ചൊറിച്ചിൽ ഒഴിവാക്കി മുടി ഇഴകൾക്ക് ഈർപ്പം നൽകുന്നു. അതുപോലെ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ഫോളിക് ആസിഡും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ കുറയാനും കറ്റാർവാഴ സഹായിക്കുന്നു. ചർമ്മത്തിന് പുറത്തു വരുന്ന തിണർപ്പ്, ചൊറിച്ചിൽ പോലെയുള്ളവയ്ക്കും കറ്റാർവാഴ ഔഷധമാണ്. പ്രാണികൾ കടിച്ചാലും വേദന മാറ്റാനായിട്ട് ഇത് ഉപയോഗിക്കാം. ആ ഭാഗത്ത് കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി കൊടുത്താൽ മതി. മുഖത്ത് നിന്ന് മേക്കപ്പ് തുടച്ചു മാറ്റാനും കറ്റാർവാഴയുടെ ജെല്ല് സഹായിക്കും. ജെൽ മുഖത്ത് പുരട്ടിയിട്ട് പഞ്ഞി കൊണ്ട് തുടച്ചാൽ മുഖം ക്ലീൻ ആകും. അധികമായാൽ അമൃതം വിഷമെന്നല്ലേ. കറ്റാർവാഴ അമിതമായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ പുരട്ടുന്നത് ത്വക്കിലെ അലർജിക്ക് കാരണമാകും. ഇതുമൂലം തൊലിപ്പുറത്ത് ചുണങ്ങ് പോലെയും ചുവപ്പ് നിറത്തിലും ചർമ്മത്തിന് അസ്വസ്ഥതയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരഭാരം കുറയ്ക്കാനായിട്ട് വെറും വയറ്റിൽ കറ്റാർവാഴ ജ്യൂസ് കഴിക്കാറുണ്ട്. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകാം. കൂടാതെ ഇതിൻ്റെ അളവ് കൂടുതലായാൽ അസ്വസ്ഥതയും ഓക്കാനവും അനുഭവപ്പെടും. കറ്റാർവാഴ തുടർച്ചയായി അമിതമായി കഴിക്കുന്നത് വയറിളക്കത്തിന് കാരണമാകും. അതായത് നമുക്ക് ഈ അടിവയറ്റിലൊക്കെ കുത്തിയുള്ള വേദന ഉണ്ടാകും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ അത് സീരിയസ് ആകാനായിട്ടും ഉള്ള ഘടകങ്ങൾ കറ്റാർവാഴയിലുണ്ട്. മഞ്ഞൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ്. എന്നാൽ അലോവേറ ജെല്ലുമായിട്ട് മഞ്ഞൾ ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്കത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കറ്റാർവാഴയുടെ ജ്യൂസിൽ ആന്ത്രാക്കിനോൺ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും. കറ്റാർവാഴ ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് മൂലം ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായ ക്ഷീണവും അസ്വസ്ഥതയും ബലഹീനതയും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് സ്ഥിരം കറ്റാർവാഴയുടെ ജ്യൂസ് ഉപയോഗിക്കാതിരിക്കുക. ആഴത്തിലുള്ള മുറിവുകളും ഗുരുതരമായ പൊള്ളലുകൾക്കും കറ്റാർവാഴ ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ രീതിയിലുള്ള പൊള്ളൽ, സൺബേൺ ഇതിനൊക്കെ കറ്റാർവാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് കറ്റാർവാഴ ഉപയോഗിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.